ഭാരതാംബ വിവാദത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ കത്തിലൂടെയും പോര്. ചടങ്ങ് ബഹിഷ്കരിച്ചത് പ്രോട്ടോകോൾ ലംഘനം എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാജ്ഭവൻ. പരിപാടി തീരും മുൻപ് ഇറങ്ങിപ്പോയത് ഗവർണറോടുള്ള അവഹേളനമാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സർക്കാരിന് രാജ്ഭവൻ വീണ്ടും കത്തയക്കും. ആര് കത്തയച്ചാലും പ്രോട്ടോകോൾ ലംഘനം നടത്തിയത് ഗവർണർ എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. രാജ്ഭവനിലെ RSSുകാരെ മാറ്റി ശുദ്ധികലശം നടത്തണമെന്നും മന്ത്രി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് ഞങ്ങളാരും കേട്ടുകേൾവിയോലും ഇല്ലാത്ത ഒരു സംഘടനയെ കൊണ്ട് സെനറ്റ് ഹാളിൽ ഒരു ചെറിയൊരു യോഗം നടത്തി അവിടെ ഒരു സംഘർഷവും ഒക്കെ തന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടി എൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് ഗവർണറുടെ ഓഫീസാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ ഗവർണറുടെ ഓഫീസിൽ പിന്നെ കരകളഞ്ഞ 2 RSSുകാർ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഈ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാക്കുന്നതും അദ്ദേഹത്തിന് തെറ്റായി ഉപദേശിച്ച് കൊടുക്കുന്നതും. ആദ്യം ഗവർണറുടെ ഓഫീസ് ശുദ്ധീകരിക്കണം. അവിടെ RSSൻ്റെ 2 നേതാക്കന്മാരെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് രാജ്ഭവൻ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് എന്നത് ഭരണഘടനയിൽ പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ സുപ്രീം കോടതി വിധിയിൽ പറയുന്നുണ്ട്, ഹൈക്കോടതി വിധികളിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോകേണ്ടതായിട്ടുണ്ട്. അർജുൻ രാജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ രാജ്, കാവിക്കൊടി കയ്യിലേന്തിയ ഒരു വനിത, ഒരു സ്ത്രീ, അത് ഞങ്ങളുടെ ഭാരതാംബ അല്ല എന്നുള്ളതാണ് ആവർത്തിച്ച് പറയുന്നത് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ഇപ്പോൾ ന്യൂസ് മലയാളത്തിൻ്റെ ഹലോ മലയാളത്തിൽ വന്നും. ഇക്കാര്യത്തിൽ ഗവർണറും സർക്കാരും അല്ലെങ്കിൽ രാജ്ഭവനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കത്തിലൂടെയുള്ള പോര് എന്താണ്? ഇപ്പോൾ അത് എവിടെ വരെ എത്തി? കത്തിലൂടെയുള്ള പോര് ഗവർണറും സർക്കാരും തമ്മിൽ തുടരുകയാണ് ബിനിൽ. ഇനി ഗവർണറുടെ ഒരു കത്താണ് വരാനിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോകോൾ ലംഘനം നടത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഒപ്പം ഗവർണറെ അപമാനിച്ചു, ഗവർണറുടെ പദവിയെ അവഹേളിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആദ്യം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. അതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി ഗവർണർക്ക് മറുപടി നൽകുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിലുള്ള പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടില്ല. ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രിക്ക് അങ്ങനെ അവിടെ പെരുമാറാൻ കഴിയുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അതായത് കർശനമായിട്ടുള്ള നിലപാട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചത്, മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അതിനുശേഷവും ഇക്കാര്യത്തിൽ ആ പഴയ നിലപാട് ആവർത്തിച്ചുകൊണ്ട് വീണ്ടും കത്തയക്കാനാണ് ഇപ്പോൾ ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയത് പ്രോട്ടോകോൾ ലംഘനം തന്നെയാണ്. ഈ പരിപാടി പൂർത്തിയാകുന്നതിന് മുൻപ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും കത്തയക്കാനാണ് ഗവർണർ ഒരുങ്ങുന്നത്. ഏതെങ്കിലും തരത്തിലൊരു പിന്മാറ്റം ഇത് സംബന്ധിച്ച് ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കുകയാണ് ഇതിലൂടെ ഗവർണറും ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഗവർണർ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാടായി ഇനി കാണേണ്ടത് നേരത്തെ സെനറ്റ് ഹാളിലുണ്ടായിട്ടുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ടാണ്. ഇക്കാര്യത്തിൽ തൻ്റെ പരിപാടി എന്തിനു തടസ്സപ്പെടുത്തിയെന്ന് സംബന്ധിച്ച് വിശദീകരണം തേടി അദ്ദേഹം VCക്ക് വിശദീകരണം തേടിയിരുന്നു. അതിന് രജിസ്ട്രാറോട് VC വിശദീകരണം തേടി. ആ മറുപടി എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ചിഹ്നം അവിടെ വന്നതുകൊണ്ടാണ് ആ പരിപാടി നടത്തരുതെന്ന നിർദ്ദേശം നൽകിയത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രജിസ്ട്രാർ VCക്ക് മറുപടി നൽകി. പക്ഷേ അതിൽ തൃപ്തിയില്ല എന്ന് പറഞ്ഞ് VC വീണ്ടും രജിസ്ട്രാറോട് എന്താണ് ഈ മതചിഹ്നം, ഏതാണ് ഉപയോഗിച്ചതെന്ന് വിശദമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കത്തയച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതിലെല്ലാ വിശദാംശങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു രജിസ്ട്രാർ മറുപടി. അതായത് ഗവർണറും സർക്കാരും തമ്മിൽ നടക്കുന്ന പോര് പോലെ തന്നെ കേരള സർവകലാശാലയിൽ രജിസ്ട്രാറും വൈസ് ചാൻസലറും തമ്മിലുള്ള സംഘർഷം കൂടി നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഇനി രജിസ്ട്രാറുടെ മറുപടിയുമായി ബന്ധപ്പെട്ട് VC ഗവർണർക്ക് കത്ത് നൽകാൻ ഒരുങ്ങുകയാണ്. ഇതാണ് രജിസ്ട്രാറുടെ വിശദീകരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശദീകരണത്തിൽ എന്ത് നടപടിയെടുക്കും ചാൻസലറായിട്ടുള്ള ഗവർണർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് രജിസ്ട്രാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത നിലപാടിലേക്കൊക്കെ ഗവർണർ പോകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും സർക്കാരും ഗവർണറും തമ്മിലുള്ള ഈ കത്തിലൂടെയുള്ള പോര് വലിയ ഗൗരവമായി അല്ലെങ്കിൽ വലിയ പോരായി തന്നെ തുടരുകയാണെന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. ഓക്കെ, അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേർന്നത്. സംസ്ഥാനമാകെ വലിയ രീതിയിൽ വിവാദമായ ഈ ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അത് കത്തിലൂടെയുള്ള ഔദ്യോഗിക പോരിനും വഴിവെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അർജുൻ രാജ് റിപ്പോർട്ട് ചെയ്യുന്നത്.